ഹായ്, ഞാൻ ജയശ്രീ. എല്ലാവർക്കും ദേവദത്തം ടൈംസിലേക്ക് സ്വാഗതം. നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ. സോമനാഥ് ടെമ്പിളിൽ നിന്ന് പോയിട്ട് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞില്ലേ, രാവിലെ തന്നെ, അതായത് ഒരു 5:30 പറ്റിയ ബസ്, എല്ലാം GSRTC ബസ്സിൽ. നമുക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബസ്സിൻ്റെ ഒരു കാര്യം വലിയ പ്രശ്നമാണ് ഞങ്ങൾക്ക് രണ്ടാക്കും. കാരണം എല്ലാം ഗുജറാത്തിയിലാണ് ബോർഡ് പേരൊക്കെ എഴുതിയേക്കണത്. നമുക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഹിന്ദി പോലും അല്ല. അപ്പോൾ നമുക്കത് വായിച്ചിട്ട് അത് എങ്ങോട്ടാണ് ആ ബസ് പോണേന്നോ അല്ലെങ്കിൽ ഒരു ബസ്സിന് നമ്പറോ ഒന്നുമില്ല. അതായിരുന്നു ഈ യാത്രയിലുള്ള ഏറ്റവും വലിയ ടെൻഷൻ. നമ്മളതുകൊണ്ട് തന്നെ എല്ലാവരോടും ചോദിച്ച് ഇത് തന്നെയല്ലേ, ഇത് നമ്മൾ കയ്യിലുള്ള ആ ഒരു ഇറ്റിനറിയുടെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് പോയിരിക്കണേ. അത് കാണിച്ചു കൊടുക്കും. ഇത് ഇങ്ങനെ ഇതല്ലേ ചോദിക്കും. എങ്ങാനും വേറെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എങ്ങാനും പോയാൽ നമ്മുടെ മൊത്തം പ്ലാനും തെറ്റൂലേ. അപ്പോൾ ഈ 5:30 നമ്മൾ ആ ബസ്സിൽ കയറി. നമ്മൾ അടുത്ത യാത്ര പോകുന്നത് ജുനഗഡിലേക്കാണ്. കോട്ടകളുടെ സ്ഥലമാണ് ഈ ജുനഗഡ് എന്ന് പറയുന്നത്. അവിടേക്ക് ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ജുനഗഡിലെത്തി. അവിടെ നമ്മളൊരു റൂം എടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഉടനെ നമ്മൾ വീണ്ടും യാത്രയ്ക്ക് പുറപ്പെട്ടു. അവിടെ നമ്മളൊരു ടാക്സി അറേഞ്ച് ചെയ്തിരുന്നു. ആ ടാക്സിയിലാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്. നമ്മൾ ആദ്യം പോയത് അവിടെ ഒരു റോപ്പ് വേ ഉണ്ട്, ഗിർണർ എന്ന് പറയുന്ന സ്ഥലത്ത്. ഗിർണറാണ് ഗുജറാത്തിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എന്നാണ് പറയുന്നത്. അവിടെയാണ് റോപ്പ് വേ. പക്ഷേ നമ്മുടെ കഷ്ടകാലത്തിന് ആ റോപ്പ് വേയിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത കേട്ടോ, ഓൺലൈൻ ബുക്കിങ്ങിൽ ചെയ്തിരുന്നതാണ്. ആ റോപ്പ് വേ എന്തോ വെതർ കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ട് ആ റോപ്പ് വേ അന്ന് ഇവിടെ യാത്ര ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, വിളിക്കാം, ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വെതർ ക്ലൈമറ്റ് നല്ലതാവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അതിനകത്ത് നെക്സ്റ്റ് സ്ലോട്ടിൽ നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് അവിടുത്തെ നമ്പറൊക്കെ തന്നു. പക്ഷേ അന്ന് നടന്നില്ല. അവർ പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ശരിയായിട്ടില്ല, ഇന്ന് ക്യാൻസൽഡ് എന്ന്. പൈസ തിരിച്ചു തന്നു കേട്ടോ അവർ. ഓൺലൈൻ ബുക്കിംഗ് അവരുടെ കുഴപ്പമായതുകൊണ്ട് നമുക്ക് പൈസ തിരിച്ചു തന്നു. പിന്നെ അതുകൊണ്ട് ആ ഒരു നിരാശയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നത് ഉബാർ കോട്ട് ഫോർട്ടാണ്. അതായത് ഒരു വലിയ കോട്ട. വളരെ അധികം ഏരിയ ഉണ്ട്. എത്ര ഏരിയ എന്ന് പോലും എനിക്ക് നിശ്ചയമില്ല. പക്ഷേ അതൊരു വലിയ ഏരിയ ആണ്. ഒരു 10 ഏക്കറിൽ കൂടുതൽ ഉണ്ടാവും എന്ന് തോന്നുന്നു. അത് നടന്ന് കാണണമെങ്കിൽ തന്നെ ഒരു 2-2.5 മണിക്കൂർ വേണം. അപ്പം ഞങ്ങൾ അവിടെ പോയി. അവിടുന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുക്കുമ്പോൾ അവർ പറഞ്ഞില്ല ഇത്രയും സ്ഥലവും നടക്കാനുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. പറഞ്ഞുമില്ല ആരും. അവിടുന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ അവരിങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് പേരെ ഒരു പ്രാവശ്യം ഒരു 7-8 ആൾക്ക് പോകാൻ പറ്റണ ഒരു വണ്ടി, അതിനകത്ത് കുറേ വണ്ടികളുണ്ട്. അതിനകത്ത് പോകാമായിരുന്നു. പക്ഷെ ടിക്കറ്റ് ആ ഫ്രണ്ടിൽ നിന്ന് തന്നെ എടുക്കണം. ഞങ്ങൾ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഇത് അറിഞ്ഞത്. പക്ഷെ ആ വണ്ടിയിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, അവർ സ്ലോയിലെല്ലാം കാണിച്ചു തരുന്നുണ്ട്. അത് മതിയായിരുന്നു എന്ന് പിന്നീട് തോന്നി. അപ്പോൾ പക്ഷേ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ ബുദ്ധി ഉദിച്ചത്, അതുകൊണ്ട് നമ്മളത് വിട്ടു. പക്ഷേ എൻട്രൻസിൽ തന്നെയുള്ളൊരു വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഫോട്ടോഗ്രാഫർ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഫോട്ടോ ഏത് പോസിൽ വേണമെങ്കിലും എടുത്തു തരും. 2-3 പോസ് അവർ പറയും, ആ പോസിലൊക്കെ എടുത്തു തരും. സാധാരണഗതിയിൽ അപ്പം തന്നെ പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഇവരെന്താ പൈസ ഒന്ന് റേറ്റ് പറയാത്തതെന്ന്. അത് റേറ്റൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് പറയും എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലായില്ല. പക്ഷേ പിന്നീട് മനസ്സിലായി, നമ്മുടെ ഈ ഫോട്ടോ കുറച്ച് കഴിഞ്ഞാൽ, കുറച്ച് നമ്മൾ നടന്ന് പകുതി എത്തുമ്പോഴത്തേക്കും അവിടെ ഇത് റെഡി ആയിട്ടുണ്ടാവും, സിസ്റ്റത്തിൽ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ സിസ്റ്റത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഏതാണ് ഫോട്ടോ വേണ്ടത്, ഏത് ഫോട്ടോ ഫ്രെയിമിൽ വേണം. ഈ കോട്ടയുടെ ഏത് ബാക്ക്ഗ്രൗണ്ടും വരുന്ന മാതിരിയാണ് ആ ഫ്രെയിം. അതിപ്പോൾ ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ്, പീരങ്കിയുടെ വേണോ, അല്ലെങ്കിൽ കുളത്തിൻ്റെ വേണോ, വേറെ ടണലിൻ്റെ വേണോ, അങ്ങനെ ഓരോന്നും നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലത്ത് ഈ ഫോട്ടോ ഫ്രെയിം ആക്കിയിട്ട് അവർ തരും. 200 രൂപ മുതലാണ് തുടങ്ങുന്നത്. ആ ഫ്രെയിമിനനുസരിച്ചിട്ടായിരിക്കാം. 200 ഉണ്ട്, 250, 300, 400 അങ്ങനെ പല റേറ്റിൽ പറയും. അപ്പോൾ ആ ഫോട്ടോ അവിടെ നിന്ന് തരും കേട്ടോ. പിന്നെ നമ്മളവിടെ കണ്ട വേറൊരു പ്രത്യേകത, ഈ കോട്ടയിൽ നമ്മൾ കണ്ടത് ധാന്യപ്പുരകളാണ്. ധാന്യപ്പുരയല്ല, ധാന്യ അറയാണ്. ഇങ്ങനെ അറയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അതേ ലെവൽ, നടക്കുന്ന അതേ ലെവലിലാണ്, താഴത്തേക്കാണ് അറ ഉള്ളത്. ഒരു 7-8 അറകളുണ്ട്. അതിലൊക്കെ ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് പണ്ടത്തെ അറകളാണ്, ധാന്യങ്ങൾ സൂക്ഷിക്കാനുള്ള അറകളാണത്. അത് നല്ല രസകരമായ ഒരു സിസ്റ്റമാണെന്ന് എനിക്ക് തോന്നി. പിന്നെ വേറൊരു സ്ഥലം കണ്ടത്, അവിടെ ഒരു 75-80 പടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ താഴത്തേക്ക് ഒരു പണ്ടത്തെ, എനിക്ക് തോന്നുന്നു പണ്ട് സൈന്യങ്ങളൊക്കെ വരുമ്പോൾ ഒളിച്ചിരിക്കാനുള്ള സ്ഥലമോ അങ്ങനെ എന്തോ ആണ് ഉദ്ദേശിക്കുന്നത്. അവിടെയും ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ഇറങ്ങി പോയാൽ കിട്ടുന്ന ഒരു ഫീല്. ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങിയില്ല കേട്ടോ, കാരണം അത് നല്ല കുത്തനെയുള്ള സ്റ്റെപ്പാണ്. പിന്നെ എന്താണ് അതിൻ്റെ ഉള്ളിൽ ചെന്ന് തിരിച്ച് കയറാനോ ഒന്നും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങൾ കുറച്ച്
ലെവലിലൊക്കെ ഇറങ്ങി പിന്നെ നമ്മൾ പോയിട്ടില്ല. അതും നല്ല രസകരമായൊരു കാഴ്ചയാണ്. പിന്നെ പഴയ പീരങ്കികളുണ്ട്, കോട്ടയുടെ അവശിഷ്ടങ്ങളുണ്ട്. കോട്ട അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അധികവും. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ക്ഷീണമായി. കാരണം ഒരു ഉച്ച സമയമൊക്കെ ആയി, ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഒരു ബുദ്ധൻ്റെ ഒരു കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു ചെറിയ ഏരിയ ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് നമ്മളൊക്കെ അവിടെ കുറച്ച് കാപ്പിയൊക്കെ കുടിച്ച് ചായ കുടിച്ച് ചെറിയ സ്നാക്സൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. തിരിച്ചു പോരുവാണ്. പോരുമ്പോഴെന്താണെന്ന് വെച്ചാൽ നമുക്ക് വയ്യാണ്ടായി ശരിക്കും. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള അവിടെ ഒരു നിൽക്കുന്നയാളോട് ചോദിച്ചു, ഇത് ഏതെങ്കിലും എളുപ്പ വഴിയുണ്ടോ പുറത്തേക്ക് ഇറങ്ങാനെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഈ വണ്ടിയുടെ ഒരു ഡ്രൈവറായിരുന്നു കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടിയില്ലേ അതിൻ്റെ ഒരു ഡ്രൈവർ. അപ്പോൾ ആൾ പറഞ്ഞു, നിങ്ങൾക്ക് കുറച്ച് പാടായിരിക്കും, ഇത്ര ക്ഷീണിച്ചില്ലേ, ഇത്ര വെയിലല്ലേ, ഒരു കാര്യം അയാൾ റിട്ടേൺ അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആൾ കുറവാണ്, കുറച്ച് നമ്മളെക്കാളും പ്രായമുള്ള ആൾക്കാരാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ അവരെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളെയും അതുപോലെ ഗേറ്റിൻ്റെ അവിടെ ഫ്രീ ആയിട്ട് ഇറക്കി തന്നു. അതുകൊണ്ട് നടന്ന് ആ ഒരു വിഷമം വന്നില്ല. എന്തായാലും ആ കോട്ട അത്രയും ഏരിയയിൽ അവിടെ നിന്ന് ഒരു ഏരിയൽ വ്യൂ എന്താണെന്ന് വെച്ചാൽ അവിടെ ആ സ്ഥലം ജുനഗഡ് മൊത്തം അതിൻ്റെ ഒരു സ്ഥലത്ത് പോയി നിന്നാൽ ഒരു പോയിന്റിൽ പോയി നിന്നാൽ കാണാം. അങ്ങനെ പല ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കുറേ കയറി ഇറങ്ങാനൊക്കെ ഉണ്ട് കേട്ടോ. അത്ര ഒന്നും നമുക്ക് ഒരേ കാഴ്ച തന്നെയാണ്, അതുകൊണ്ട് പിന്നെ നമുക്ക് ബോറടിക്കും. അത് ഞങ്ങൾ അവിടുന്ന് പിന്നെ കോട്ട കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയ സ്ഥലം ഒരു മ്യൂസിയമാണ്. പഴയ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, ഫ്ലവർ വൈസ്, ഇറ്റലിയിൽ നിന്ന് അങ്ങനെ പല സ്ഥലത്തു നിന്നൊക്കെ കൊണ്ടുവന്ന ഫ്ലവർ വൈസ്, പാത്രങ്ങൾ, ഉപയോഗിച്ചിരുന്ന കട്ടിലുകൾ, ഇരിപ്പിടങ്ങൾ, പീഠങ്ങൾ, അങ്ങനെ എല്ലാം നല്ല ഓരോ സ്ഥലത്തും സെക്യൂരിറ്റി ഉണ്ട്. നമ്മൾ പോവുക, കാണാനൊന്നും തൊടാനൊന്നും പറ്റില്ല. അങ്ങനെ പണ്ടത്തെ ചിത്രങ്ങൾ, തുണികൾ, രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന തുണികൾ, പതാകകൾ, അതൊക്കെ അതേപോലെ കവറിലൊക്കെ ഇട്ട് വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ രാജാക്കന്മാരുടെ ഫോട്ടോയും സാധാരണ കാണുന്ന മാതിരി. അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇവർ ഇതുപോലെ യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ പല രാജാക്കന്മാരും പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്യാനായിട്ട് ശ്രമിച്ചു. അത് പലായനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓടിപ്പോവുക എന്നുള്ള അർത്ഥത്തിലല്ല. ഇതിൻ്റെ ഈ പോർഷനും കൊണ്ട്, നമ്മുടെ ഭൂമി ആ ഏരിയയും കൊണ്ട്, അതിൻ്റെ സ്വത്തുക്കളും കൊണ്ട് പോകുക എന്നുള്ള. പിന്നെ ഒരു വോട്ടിംഗ് സംവിധാനത്തിലൂടെ ഭൂരിപക്ഷത്തിനെ തിരഞ്ഞെടുത്ത് തിരിച്ച് ഭൂരിപക്ഷം പറഞ്ഞു ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കണേന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരും കൂടി ഇന്ത്യയിൽ നിന്നു എന്നുള്ളതാണ് അവിടുത്തെ ആൾക്കാർ കഥ പറയുന്നത്. അപ്പോൾ ആ ഒരു മ്യൂസിയം കഴിഞ്ഞു. ഒരു ചെറിയ സ്ട്രോങ് ചായ കുടിച്ചു. വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. പിന്നെ ഞങ്ങൾ പോയത് ഒരു താജ്മഹലിനോട് അതേപോലെ സാമ്യമുള്ള അതേപോലെ കൺസ്ട്രക്ഷനുള്ള, അത്രയും വലുതല്ലെങ്കിലും പുറത്തെല്ലാം അതേപോലെ തന്നെ ഇരിക്കുന്ന മക്ബറ പാലസ്. ഇതുപോലെ ഏതോ ഒരു രാജാവിൻ്റെ ശവകുടീരം, അതാണ് അത് പറയുന്നത്. അതിന് തൊട്ടടുത്തൊരു വലിയ പള്ളിയും ഉണ്ട് കേട്ടോ, മോസ്ക് ഉണ്ട്. അത് നമുക്ക് കയറാൻ പറ്റില്ല, പക്ഷെ ഇവിടെ നമുക്ക് കയറാം. അതിനകത്ത് വളരെയധികം തണുപ്പാണ്. പുറത്ത് നല്ല ചൂടാണെങ്കിലും അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിനുപയോഗിച്ച മാർബിളും താഴത്തുള്ള ടൈൽസും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അത് നല്ല ശാന്തസുന്ദരമായിരിക്കുന്ന ഒരു സ്ഥലം. അതും സന്ദർശിച്ചു. അവിടുത്തെ പിന്നത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലം അത് കഴിഞ്ഞ ഇടയിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കേട്ടോ. വീണ്ടും അവിടുത്തെ ഒരു നല്ല ഹോട്ടലുകളിലൊക്കെ കയറി. പിന്നെ ഇപ്പോഴത്തേക്ക് വിശക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ചു. അവിടുത്തെ ഒരു ഭക്ഷണത്തിന് കഴിക്കാനൊരു വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ഒരു പ്രശ്നമാണ് അവിടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അന്ന് ഞങ്ങൾ റൂമിൽ രാവിലെ എത്തിയപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അവസാനം ഞങ്ങൾ റോഡിൽ കൂടി നടന്നിട്ട് ഒരു തട്ടുകടയിൽ ഒരു വയസ്സായൊരു ഭാര്യയും ഭർത്താവും കൂടി നടത്തുന്ന ഒരു ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു. ഷോപ്പെന്ന് പറയാൻ പറ്റില്ല, ഒരു തട്ടുകട. അവിടെ നിന്നാണ് ഞങ്ങൾ കഴിച്ചത്. കാരണം അവിടെ ഷോപ്പ് തുറക്കണമെങ്കിൽ 11 മണിയാവും. പിന്നെ വീണ്ടും തിരിച്ചവർ 3 മണിക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യും. 1 മണിക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യും. വീണ്ടും വൈകുന്നേരമാണ് ഷോപ്പ് തുറക്കണത്. 3 മണിക്കോ 4 മണിക്കോ ആണ് പിന്നെ ഷോപ്പ് തുറക്കുള്ളൂ. അതാണ് അവിടുത്തെ. അവർ ആ ഉച്ച സമയം വിശ്രമിക്കാൻ തന്നെ തീരുമാനിക്കും. ഒരൊറ്റ ഷോപ്പും ഉണ്ടാവില്ല, നമുക്കൊന്നും കിട്ടില്ല കഴിക്കാനൊന്നും. ഈ തട്ടുകട പോലും വളരെ റെയറായിട്ട് ഈ ചായ കിട്ടും എന്നല്ലാണ്ട് വേറെ ഭക്ഷണം ഹെവി ആയിട്ട് കഴിക്കാൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊന്ന് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോയി. മാർക്കറ്റ് അവിടുത്തെ ഒരു സ്ട്രീറ്റ് മാർക്കറ്റാണ്. 4 മണിക്കാണ് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ 4 മണിക്ക് ഞങ്ങൾ സ്ട്രീറ്റ് മാർക്കറ്റിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി പോയി. അവിടെ ധാരാളം അവിടെ എനിക്ക് തോന്നുന്നു അവിടെ തന്നെ താമസിക്കുന്നവർക്കുള്ള കൂടുതൽ പ്രയോജനകരമായ കുറേ കാര്യങ്ങളാണ് ഉള്ളത്. പച്ചക്കറി ഉണ്ട്, നല്ല ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സിനൊന്നും അധികം വിലയില്ല കേട്ടോ. 20 രൂപയ്ക്കും 30 രൂപയ്ക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള ധാരാളം ഫ്രൂട്ട്സ് കിട്ടും, പച്ചക്കറിയും കിട്ടും. നമുക്ക് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ
എങ്ങോ അതൊന്നും വാങ്ങിക്കാണ്ട് നിവൃത്തിയില്ല. പിന്നെ കുറേ സാധനം തുണികളുണ്ട്, നല്ല തുണികൾ അവിടെ ഉണ്ട്. തുണികളൊന്നും ഞങ്ങൾ അതിങ്ങനെ പർച്ചേസ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ എവിടെ സ്ഥലം കാണാൻ പോയാലും ഞങ്ങൾ അധികം ഇങ്ങനെ പർച്ചേസിന് പൈസ ചിലവാക്കൂല. കാരണം അത് സേവ് ചെയ്ത് വെച്ചാൽ അടുത്ത യാത്രയ്ക്കുള്ള പൈസ ആയല്ലോ എന്ന് ഞങ്ങൾ എപ്പോഴും വിചാരിക്കും. ഒരു പർച്ചേസിങ് മെൻറ്റാലിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കതിനൊരു അവസാനം ഉണ്ടാവില്ല. അപ്പം അവിടെ നമ്മളൊന്ന് ജസ്റ്റ് കണ്ടു, ഒരു മണിക്കൂർ ഓടിച്ച് കണ്ട്. നല്ല ഖാദിയും നല്ല ഷോപ്പുണ്ട് കേട്ടോ അവിടെ. എനിക്ക് തോന്നുന്നു ഗാന്ധിജിയുടെ സ്ഥലമായതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഒരു 6-6:30 ആയപ്പോഴത്തേക്കും തിരിച്ച് ജുനഗഡിൽ നിന്ന് ഹോട്ടലിൽ എല്ലാം കണ്ട് ഹോട്ടലിൽ വന്നു. അതാണ് ജുനഗഡിലെ കോട്ടകളുടെ കഥ. ഓക്കേ.